ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 17. കർഷക പ്രതിഷേധത്തിൻ്റെ ചൂടറിഞ്ഞ് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ച് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ ഏതാനും ആഴ്ചകളായി തികച്ചും വ്യത്യസ്തമായ പ്രതിഷേധമാണ് നടത്തുന്നത്. സ്വന്തം രാജ്യതലസ്ഥാനത്തേക്ക് മാർച്ച് നടത്താൻ തങ്ങളെ അനുവദിക്കാത്ത ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്നാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമരോത്സുകരായ ഉത്തരേന്ത്യൻ കർഷകരുടെ വെറും പ്രതിഷേധമായി മാത്രം ഇതിനെ കാണാനാകില്ല. ജയ് കിസാൻ എന്ന പൊള്ളയായ മോദി സർക്കാരിൻ്റെ മുദ്രാവാക്യത്തെയാണ് കർഷകർ ചോദ്യം ചെയ്യുന്നത്. കൂറ്റൻ കോൺക്രീറ്റ് ബ്ലോക്കുകളാൽ ദേശീയപാത അടച്ചും മുള്ളുവേലുകൾ പാകിയും അവയ്ക്കെല്ലാം മുകളിൽ ശത്രുരാജ്യത്തെ ഭടന്മാരോടെന്ന പോലെ പെരുമാറിയ ഹരിയാന, ഡൽഹി പോലീസാണ് കർഷകരുടെ ഡൽഹി മാർച്ച് തടഞ്ഞത്. കേവല പ്രഖ്യാപനം മാത്രമല്ല, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ പല പ്രദേശങ്ങളിലും കർഷകർ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഹിസാർ, സിർസ, ഭട്ടിൻഡ, അമൃത്സർ, റോഹ്തക്, കർണാൽ, കുരുക്ഷേത്ര തുടങ്ങി ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാരെ സന്ദർശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പലയിടത്തും കർഷകരുടെ രൂക്ഷമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സ്ഥാനാർത്ഥികൾ പരിപാടികൾ റദ്ദാക്കി തിരിച്ചു പോകുന്നു. കനത്ത പോലീസ് സംരക്ഷണയിലാണ് ഇവരുടെ പ്രചാരണ വാഹനങ്ങൾ നഗരങ്ങളിലൂടെ പോലും കടന്നു പോകുന്നത്. കർഷകരോട് ബി ജെ പി ചെയ്ത ദ്രോഹ നടപടികളാണ് ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്നത്. താങ്ങുവില നിയമപരമാക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചും ഒന്നാം കർഷക സമരം ഒത്തുതീർപ്പാക്കുമ്പോൾ കർഷകർക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ടും കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഡൽഹി ചലോ മാർച്ച് ഹരിയാന അതിർത്തിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തടഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിക്കെതിരെ പ്രതിഷേധം. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലായി ഇതുവരെ നൂറുകണക്കിന് പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രധാന നഗരങ്ങളിൽ മാത്രം പ്രചാരണം നടത്തുന്ന ബി ജെ പി ഇരു സംസ്ഥാനങ്ങളിലെയും 60% വരുന്ന ഗ്രാമീണ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകാത്ത നാണക്കേട്ടിലാണ്. കർഷക പ്രക്ഷോഭത്തിന് നേരെ വെടിവെപ്പ് നടത്താൻ ആഹ്വാനം ചെയ്ത മുൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ളവർക്ക് പ്രചാരണം നടത്താനാകാത്ത സ്ഥിതിയാണ്. കർണാൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ ഖട്ടർ പലയിടത്തും റാലികൾ റദ്ദാക്കി. കഴിഞ്ഞ പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി മോദിയെപ്പോലും ദേശീയപാതയിൽ കർഷകർ തടഞ്ഞിരുന്നു. പ്രതിഷേധം പയ്യുന്ന ഇരു സംസ്ഥാനങ്ങളിലും മുൻകൂട്ടി നിശ്ചയിച്ച റാലികളിൽ നിന്ന് മോദിയും അമിത്ഷായും വിട്ടുനിൽക്കുകയാണ്. പ്രചാരണം നടത്താൻ സാധിക്കുന്നില്ലെന്ന് ആരോപിച്ച് ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും കർഷകർ പിന്മാറിയിട്ടില്ല. തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മാത്രം ഒറ്റപ്പെടുത്തുന്നതാണ് ബി ജെ പി പഞ്ചാബ് സംസ്ഥാന പ്രസിഡന്റും മുൻ കോൺഗ്രസ് നേതാവുമായ സുനിൽ താക്കർ പറയുന്നത്. 6ാം ഘട്ടമായ മെയ് 25 ഹരിയാനയിലും അവസാന ഘട്ടമായ ജൂൺ 1 പഞ്ചാബിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കർഷകർ നടത്തുന്ന പ്രതിഷേധങ്ങളും മദ്യ അഴിമതി ആരോപണ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചാരണവും രണ്ടിടത്തും ബി ജെ പിയെ വെള്ളം കുടിപ്പിക്കുകയാണ്. ഇനി 3 ഘട്ടം കൂടി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള യു പിയിലും ബീഹാറിലും അതിൻ്റെ അലയൊലി ഉണ്ടാകുമെന്നും ബി ജെ പി ഭയപ്പെടുന്നു. ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചതിന് ശേഷം 19 കർഷകർ സമരവുമായി ബന്ധപ്പെട്ട് മരിച്ചിരുന്നു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കർഷക സമരം തന്നെയാണ് പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി ഏറ്റെടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ കർഷകർക്കും അധ്വാനിക്കുന്ന മനുഷ്യർക്കും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു. അംബാനി, അദാനി തുടങ്ങിയ വൻകിട കുത്തകൾക്ക് മാത്രമാണ് എല്ലാം സാധ്യമാക്കി കൊടുത്തത്. 10 വർഷത്തിനിടയിൽ കർഷകർക്ക് നൽകിയ ഒരു ഗ്യാരണ്ടിയും നടപ്പാക്കിയിട്ടില്ല. കോർപ്പറേറ്റ് കൊള്ളയ്ക്കും കാർഷിക മേഖലയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിനും കൂട്ടുനിൽക്കുന്ന നയങ്ങൾക്കും വ്യാജ വാഗ്ദാനങ്ങൾക്കുമെതിരെ കർഷകർ തുടരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ബി ജെ പിയുടെ തോൽവി ഉറപ്പുവരുത്തുക തന്നെ. മോദിയുടെ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ കർഷകരുടെ ഐക്യം തകർക്കാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.